എന്ത് ഭംഗിയെന്ന് നോക്കടി. ഈ കാലം എത്ര പുരോഗമിച്ചാലും ഇച്ചിരി വെളിച്ചെണ്ണ തലയിലോട്ട് തടവിയിട്ട് ഈ പുഴയിലോട്ട് എടുത്ത് കയറുന്ന സുഖം. സംസാരം മതിയാക്കിട്ട് ഇറങ്ങി മണലൂറ്റി മനുഷ്യ അങ്ങോട്ട്. മണലൂട്ടിന് അഞ്ച് കഴിഞ്ഞാൽ പോലീസുകാരെ എന്നെ തൂക്കിക്കൊണ്ട് പോകും. നാട്ടുകാരമ്മ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈഫ് കളിക്കുന്നത്. ഇപ്പോഴാണ് മണലൂറ്റാൻ വേണ്ട. ഇതാണ് എന്റെ ഐഡിയ. നോക്കുമ്പോൾ കുളിക്കാൻ വേണ്ടി ഇരിക്കണം എന്ന് വിചാരിക്കും. നിങ്ങളെ പൊട്ട ഐഡിയ ഒന്നും വേണ്ട, എന്റെ നല്ല ഐഡിയ ഉണ്ട്, അത് മതി. ഓക്കെ, പിന്നെ ഇയാളെ ഒരു നല്ല ഐഡിയ ഒന്ന് പറ. ഞാൻ പറയട്ടാ, ചേട്ടൻ മണലൂറ്റാ ഇറങ്ങണം. ഞാൻ എപ്പോഴും കുളിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കുളിക്കും. കുളിക്കുമ്പോ ഇവിടെ ആരും വരൂല. ഞാൻ എന്റെ മണലൂട്ടിലാണ് ആരും വരൂല. പക്ഷെ എന്റെ കുളിയാണ് ഈ പഞ്ചായത്തിലുള്ളവരെല്ലാം അതിന്റെ ഇടയിൽ കാണും. ഐഡിയ വേണ്ടായിരുന്നു. ചേട്ടാ പോലീസ്. ഞാൻ പോലീസല്ല, എന്റെ ഭർത്താവല്ലേ. നിങ്ങളല്ല, പോലീസ് വരണമെന്ന്. പോലീസ് വരണം എന്ന് പറയണ മീറ്റർ താടി. അയ്യോ, പോലീസ് വരണം എന്ന് പറഞ്ഞാലേ ഓടാൻ പറ്റുള്ളൂ. അയ്യോ, പോലീസ് ഓടിക്കോ. സ്ത്രീകൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാൻ നാണമില്ലേ സാറിന്? ഞാൻ കുളിക്കുമ്പോ നാണിച്ചാ പോരെ, നിങ്ങൾ കുളിക്കുമ്പോ ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഓടിപ്പോയത് അത് മീന്. മീനെ മീനെ പിടിക്കാൻ പോയ ആള്. മീനെ പിടിക്കാൻ പോയതാണോ മീനെ പീഡിപ്പിക്കാൻ പോയതാണോ? ഒളിഞ്ഞിരിക്കണെങ്കിൽ പോരി. ആരാ? ഞാൻ ഒരു വഴിപോക്കനാണ് സാർ. വഴിപോക്കൻ? ഈ പുഴവക്കൽ എന്നാ കാര്യം? പുഴപോക്കനാണ് സാർ. ആണല്ലേ? അവിടെ എന്താണ് കാര്യം? ഇവിടെ ആരാ? ഇതെന്റെ സഹോദരൻ. സഹോദരൻ? സ്വന്തം സഹോദരനാണോ? സ്വന്തം വെച്ചാൽ എന്റെ സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യ? സഹോദരനാന്ന് പറഞ്ഞ് പിന്നെ ഭാര്യ? ഭാര്യ അവളെ കൊച്ചിന്റെ അച്ഛനായി, പിന്നെ എനിക്ക് അവളെ സഹോദരനായിക്കൂടെ? സ്വന്തം ഭാര്യ സഹോദരിയായിട്ട് കാണും സാറേ. സ്ത്രീയൊക്കെ വരവിടെ സാറേ. സാർ എന്തൊക്കെ സാറൊന്ന് കണ്ടു നോക്ക് സാറേ. സ്വന്തം ഭാര്യ. ജീപ്പിലോട്ട് കയറാം. എന്തിനാ സാറേ? നമുക്ക് ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം. ഒരു റൗണ്ട് എന്തിന്? എന്തിനെന്നോ? ഇതെന്താണ് സാധനം? മണലൂറ്റുന്ന അരിപ്പല്ലേടാ ഇത്? ഇത് മണലൂറ്റുന്ന അരിപ്പല്ലേടാ? മണലൂറ്റുന്ന അരിപ്പ അല്ല അത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇവക്ക് ഷവർ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഴയിലെ വെള്ളം വേണം. അതുകൊണ്ട് സാർ നേരത്തെ ഇങ്ങനെ വെടിച്ചിട്ട് പുഴയിൽ നിർത്തി വെള്ളം ഇങ്ങോട്ട് ഇല്ലടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനാണ് അരി, അല്ലാതെ അയ്യേ. ഞാൻ വിചാരിച്ചു എന്താന്നറിയോ, അനധികൃതമായിട്ട് ആര് മണലൂറ്റിയാലും അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്തിനാ പറയുന്നു? മമ്മൂട്ടിക്കെതിരെ വരെ മണലൂറ്റിയാൻ ഞാൻ കേസ് കൊടുത്തല്ലേ? മമ്മൂട്ടി പുള്ളി എപ്പോഴും മണൽ വരും. പുള്ളി അമര സിനിമയിൽ എങ്ങനെ കളിച്ചുതരാം. അത് മുരളിയല്ലേ? കണ്ട കരയണ കണ്ട കൂടെ കരയും, ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും. സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. രാക്കിളി പൊന്മകളെ യാത്രാമൊഴിയാണോ എന്നും പറഞ്ഞ അന്നത്തെ കാലത്ത് 1500 മണലാണ് അനധികൃതമായിട്ട് നെഞ്ചോട് ചേർത്തത്. അപ്പൊ തന്നെ മമ്മൂട്ടിക്കെതിരെ ഞാൻ വക്കീൽ കേസ് കൊടുത്തു. മമ്മൂട്ടി വിളിച്ചായിരുന്നോ? മമ്മൂട്ടി വിളിച്ചില്ല, ദുൽഖർ വിളിച്ച ചീത്ത വിളിച്ചു. അച്ഛനെതിരെ കേസ് കൊടുത്താൽ ഇടി വരുമെന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. ചെക്ക് പോസ്റ്റിൽ ചെന്ന് ഒരു 500 രൂപ കൈമടക്ക് കൊടുത്താൽ നമ്മൾ നിസ്സാരം പോലെ മണൽ കൊണ്ടുപോകും. ചെക്ക് പോസ്റ്റിൽ ചെന്ന് 500 രൂപ കൊടുത്താൽ മതി. അതൊക്കെ അങ്ങ് പണ്ട്. ചെക്ക് പോസ്റ്റിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കേരള പോലീസിന്റെ പണ്ടത്തെ ചരിത്രം. ഇപ്പൊ അതല്ല. ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ കുറഞ്ഞ 1000 രൂപയെങ്കിലും കൊടുത്താലും നിങ്ങൾക്ക് മണൽ കൊണ്ട് പോകാൻ പറ്റും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറുമല്ലേ? അതും പൊരിഞ്ഞിട്ട് ഇന്നത്തെ പത്രം കണ്ടോ? ഓഹരി വിപണി ഇടിഞ്ഞു. രാവിലെ വിപണി പോയപ്പോഴേ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് പേർക്ക് പരിക്കോട്ടാ സാറേ. ഇത്ര ആളിന്റെ ഇടയിൽ എന്റെ അച്ഛൻ എങ്ങനെ തിരിച്ചറിയും? എന്റെ അച്ഛന്റെ ഒരു അടയാളം പറയടി. എന്റെ അച്ഛന് കാലില് വിരലുണ്ട്. നമ്മളെ കാലിൽ എന്താ പട്ടിക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു? എന്റെ അച്ഛന് കാലില് വിരല് ഒരു വിരല് കൂടുതലുണ്ട്. സാറേ ഒരെണ്ണം കൂടുതലുള്ള അച്ഛനെ ഇവിടെ കിട്ടാൻ കൊണ്ട് കൊടു സാറേ. സഹോദര, ഓഹരി വിപണി ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക സൂചി തകർന്നെന്നാ പറഞ്ഞത്. ഇത്ര ആള് കേൾക്കുമ്പോ പിന്നെ ഒരു സൂചി തകരാനാ പാട്. വണ്ടിക്കകത്ത് കയറാം. അയ്യേ, മണലൂറ്റിയില്ലല്ലോ. തെളിവുണ്ടാ? നനഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ മണലില്ല, പിന്നെ തെളിവില്ലല്ലോ. വകുപ്പ് പറയാൻ എനിക്കും അറിയാം. ഇപ്പൊ തെളിവില്ല, പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ തെളിവായിട്ട് വരുകയും ചെയ്യും. രണ്ടിനെയും പൊക്കി ഞാൻ ജയിലിൽ ഇടുകയും ചെയ്യും. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്നേ. ഓടി വായോ, ഓടി വരണ്ടേ. അടിപൊളി. എന്റെ കുളിസിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അടി അങ്ങോട്ട് ആടാടി ഒറ്റയ്ക്ക് കൊഞ്ഞണം കുത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, കൊഞ്ഞണം കുത്തുന്നതല്ല, പല്ല് തേച്ചോട്ട് വരുന്നത്. ഇപ്പൊ എങ്ങനെ മണൽ വാരി ഇത് പോവാ. നിങ്ങൾ ഇറങ്ങും. ലളിതേ, കേരള ഇവിടെ സെറ്റപ്പ് കൊള്ളാം. കയറി വാ, നോക്കി വാ.
തുണിയൊക്കെ എടുത്താ എല്ലാം ഉണ്ടാ എടുത്ത് സോപ്പ് എടുത്താ സോപ്പ് സോപ്പല്ലേ ഇത് എടുത്തിട്ട് സോപ്പൊടി ഉണ്ടല്ലോ സോപ്പൊടി ഉണ്ട് ഇതിനകത്ത്. എല്ലാം സൂക്ഷിച്ചു പോയി ഇങ്ങോട്ട് പോയി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തുണി കഴുകി കഴിഞ്ഞാ നല്ല വൃത്തിയായിട്ടിരിക്കണം തുണി, അത് മസ്റ്റാണ്. ഇത് എന്നോട് പറയേണ്ട കാര്യം എന്തുവാ? നിങ്ങളല്ലേ തുണി കഴുകുന്നത്, അപ്പൊ വൃത്തിയായിട്ട് നിങ്ങൾ തന്നെ അങ്ങ് കഴുകാൻ മതി. അതെനിക്കറിയാം, ഇത് ഞാൻ സ്വയം എന്നോട് തന്നെ പറഞ്ഞാണ്. എന്റെ ദൈവമേ, ഈ തുണിയൊക്കെ ഞാൻ എപ്പോ കഴുകി തീരുമെന്നോ എന്റെ വിധി. ചേട്ടോ ചേട്ടനാണ് കഴിവണ വരക്കൊക്കെ കണ്ടപ്പോ ഞാൻ ചേച്ചിയെ കൊണ്ടാണ് കഴിപ്പിക്കുന്നതെന്ന്. തുണി മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ, ബാക്കി വീട്ടിൽ ഈ തുടപ്പം ഈ തേപ്പൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്യും. ആണല്ലേ? അപ്പൊ ഈ ആഹാരം വെക്കുന്നൊക്കെ ആഹാരമൊക്കെ അവർക്ക് ചെയ്യാൻ സമയമുണ്ടോ? ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ? അതുകൊണ്ട് ആഹാരവും ഞാൻ തന്നെ അങ്ങ് പാചകം ചെയ്യും. അപ്പൊ ഈ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞങ്ങളെ ഇവിടെ അടുത്ത് താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാ. നേരത്തെ താമസിച്ചിരുന്നടുത്ത് അയൽവക്കൊന്നും അങ്ങോട്ട് ശരിയല്ല. അസൂയയും കുശുമ്പും കഷണ്ടിയും ഒക്കെ. ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അസൂയം കുശുമ്പൊക്കെ ഉണ്ട്, കഷണ്ടി ഞാൻ ഉൾപ്പെടെ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അതെ, പോകുന്നില്ലേ? അല്ല, കുളി കഴിഞ്ഞിട്ട് രണ്ടാളും പോകുന്നില്ലേ? അല്ല നമ്മളെ കുറച്ച് കഴിയും പോവാനെ. നിങ്ങൾ വെക്കോ? അല്ല, ഞങ്ങൾ അലക്കി തുടങ്ങിയല്ലേ ഉള്ളൂ. അയ്യോ, ഞാൻ അലക്കി തരാം. അയ്യോ, വേണ്ട. അയ്യോ, വേണ്ട. സഹായിക്കാൻ മിടുക്കനാണ്. അയ്യോ, വേണ്ട. പുള്ളി തന്നെ അലക്കിക്കോളൂ, അതാ ശീലം. അല്ല എനിക്ക് ആരെങ്കിലും സഹായിക്കണം. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പിന്നെ പൊക്കോ. അല്ല എനിക്ക് മറ്റേ ആട്ടിന് കുഴ പിടിക്കണം, പിന്നെ കുറെ പരിപാടികളുണ്ട് ഇവിടെ. അതെ, എന്തോ ഒരു ഉടായ്പ മണക്കുന്നില്ലേ? ആർക്ക്? അല്ല, നിങ്ങൾ എന്താ ഇവിടെ പോകാതെ തന്നെ? നമ്മൾ ഇവിടുത്തെ നാട്ടുകാരാണ്, നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെ കണ്ടാലേ എന്തോ ഉടായി കണ്ടോ എന്തോ ഉടായിപ്പോട്ടെ. ഇതുവരെ നമ്മളിവിടെ തുണി അനക്കാൻ വന്നത് അല്ല, ഈ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ തുണി അനക്കാൻ എന്തോ ഉടായിപ്പോ. ഞങ്ങൾ പറഞ്ഞില്ലേ പുതിയ താമസക്കാരാന്ന്. നിങ്ങൾ ഇത്ര ദേഷ്യം പറഞ്ഞത് എപ്പോ എന്തോ സംഭവം എന്തോ ഉണ്ട്. നിങ്ങൾ ഇവിടെ തുണിയുടെ തുണിയും കൊണ്ട് വന്നിരിക്കണം നനയ്ക്കാൻ വേണ്ടി. നോക്ക് ചേട്ടാ, എന്തോ സൗണ്ട്. അത് ഇങ്ങരുടെ ബെർമുഡയുടെ സൗണ്ടാ. ബെർമുഡ ഇത് ഇരുമ്പിന്റെ നിക്കറ ഇടണം. അത് ഇങ്ങർക്ക് ഇച്ചിരി തൊലിക്കട്ടി കൂടുതലാ. കൈട്ടോണ്ട് ഞരങ്ങും ചില നോക്കടി അല്ല, നോക്കട്ടെ. അല്ല, നോക്കട്ടെ. ഇത് കണ്ടോ? മണല് വാരാനുള്ള സാധനങ്ങള്. ആഹാ, തൊട്ടി മൺമട്ടിക്കൈ ശരിയാക്കി തരാ. പീസ് വിചാരിച്ചിട്ടിരിക്കുന്നില്ല മൺമട്ടി അല്ല. പറ, സത്യം പറ, ഇവിടെ എന്തിനാണ് പരിപാടി? നിവൃത്തി കൊണ്ട് ചെയ്തു പോകുന്നതാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. നമ്മള് മണലൂറ്റാൻ വേണ്ടി വന്നതാണ്. ഊറ്റാൻ വേണ്ടി. അപ്പൊ നമ്മളെല്ലാം പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിന് തന്നെ വന്നത്. മികച്ച കോമ്പിനേഷൻ ആയിരുന്നു കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഷെയർ ഇട്ട് മണലൂട്ടാ. അത് ശരി. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഷെയർ ഇട്ട് കുളിക്കാം. നിങ്ങൾ വലിയ ആഴമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ ചുമ്മാ കിണിച്ചോണ്ട് നിന്നാ പറയാം, രണ്ടെണ്ണം കൂടെ ആൾക്കാർ പറഞ്ഞാൽ നോക്കണം. അതെ, അവിടെ നോക്കിക്കോളാം. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ അങ്ങോട്ട് നോക്കാം, നീ അങ്ങോട്ട് നോക്കാം. ഞാൻ അങ്ങോട്ട് നോക്കാം. ഒരു കമ്പനിക്ക് പറഞ്ഞാ ഞാൻ ചറിക്കാൻ കറങ്ങാം. എങ്ങനെയുണ്ട് മീനിന്റെ കൊത്ത്? എങ്ങനെയുണ്ട് മീനിന്റെ കൊത്ത്? ഓ, മീൻ ഒന്ന് പൊതിയുന്നു കേട്ടാ. എന്നെ കണ്ണൻ പോലെ ഉണ്ടല്ലേ? നോക്കി. എന്റെ അമ്മോ ഈ മുമ്പ് എന്തായിരുന്നു പണി? എന്തായിരുന്നു പണി? ഈ സത്യം പറഞ്ഞ പോലീസുകാരല്ല നമ്മളെ ശത്രു. പോലീസുകാരല്ല, പിന്നെ സിനിമാക്കാരാണ്. അല്ല, മുമ്പ് എനിക്ക് സ്പിരിറ്റ് കടത്തുണ്ടായിരുന്നു. അല്ലേ? അയ്യോ, എന്നിട്ട് അതെന്താ പൊളിഞ്ഞത്? അത് പൊളിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൺവേ സിനിമ ഇറങ്ങി, ഇതിന്റെ ടെക്നിക്ക് മൊത്തം മറ്റേ ദിലീപ് കൊണ്ടുപോയി മൊത്തം കാണിച്ചു. നമ്മളെ മറ്റേ ചന്ദന തടി കെട്ടി. പക്ഷേ പുഷ്പ സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ ടെക്നിക്ക് എല്ലാം എല്ലാവർക്കും മനസ്സിലായി. സിനിമാക്കാർക്കുണ്ട്, പക്ഷേ മണലൂറ്റ് കണ്ടന്റ് വലുതായിട്ട് വന്നിട്ടില്ല. അതേ സിനിമ ഈ ആട് ജീവിതത്തിൽ ചെറുതായിട്ട് പാർട്ടി കൂടെ പാസ് ചെയ്ത് പോണേ ഉള്ളൂ. അതുകൊണ്ട് മണലൂറ്റ് കുഴപ്പമില്ല. മണലൂറ്റ് കുഴപ്പമില്ല, ഞാൻ ഒരു മുങ്ങലും കൂടെ മുങ്ങിയിട്ട് പെട്ടെന്ന് അയ്യോ. പക്ഷേ വേറെ കാര്യം, ഇത്രയും വർഷം ഞാൻ മണലൂറ്റിയാലും എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. പോലീസ് പിടിച്ചിട്ടില്ല. പോലീസ് പിടിക്കൂല. പിടിക്കാത്ത കാര്യം എന്ത്? തെളിവില്ലല്ലോ. തെളിവുണ്ടല്ലോ. പോലീസ് ഇല്ലല്ലോ. പോലീസ് ഉണ്ടല്ലോ. കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ. എവിടാ? കണ്ട കഴിയ ഇരിക്കണ്ടല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ റാസ്കൽ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരെന്ന് മനസ്സിലായടാ? കഴിഞ്ഞ ആഴ്ച ഈ ഏരിയൊന്ന് ചാർജ് എടുത്ത SI സുകുമാരൻ ഈ നിൽക്കുന്നറിയാമോ? ഇല്ല. കോൺസ്റ്റബിൾ ദീപ്തി.
സത്യം പറയല്ല എനിക്ക് പോലീസുകാരെ ഭയങ്കര അഭിപ്രായം ഞാൻ ഈ ചുമ്മാ പറഞ്ഞ എല്ലാ സിനിമാക്കാരെ മണ്ടേ കൊണ്ട് സത്യം പറ സാറേ സാറിന് എങ്ങനെ സാറേ ഈ പോലീസിൽ ജോലി കിട്ടിയത് എനിക്ക് ഓടി കിട്ടിയത് ഓടി കിട്ടിയാണ് എനിക്ക് തന്നെ ഓടി പിടിച്ചു രണ്ടും കയ്യും ജസ്റ്റ് മിസ് മര്യാദക്ക് അയ്യോ ഇരിക്കട്ടായിരുന്നു ഇരുന്നൂട്ടാ മിസ്സായത് അവന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ അവൻ പറഞ്ഞ ഐഡിയ ആയിട്ടാ ഭാര്യ കുളിച്ചോണ്ടിരിക്കും അവൻ മണലൂറ്റും അഥവാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ അടുത്ത് വിളിക്കും അയ്യോ എന്റെ കറി പിടിക്കാൻ വന്നേന്ന് അവന്റെ ഐഡിയ ആണ് നമ്മളെ ഐഡിയ നമ്മളെ ഐഡിയ എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ചേട്ടൻ പോലീസാന്ന് പറഞ്ഞപ്പോഴേ എന്റെ സല്യൂട്ടടി സ്പോട്ടില് എങ്ങനെ ഉണ്ടായിരുന്നു സലുട്ടടി എങ്ങനെ നീ പഠിച്ചത് ഞാൻ ഈ പോലീസുകാരുടെ സിനിമയൊക്കെ കണ്ടു പഠിച്ചത് എന്തായാലും അവര് ഐഡിയ പൊളിഞ്ഞ് ഇനി അടുത്ത നമ്മളെന്താണ് ഐഡിയ ഇനി അടുത്ത ഐഡിയ എന്തോ നോക്കാനാ അങ്ങോട്ട് ചാടി മണലൂറ്റ് മനുഷ്യ അപ്പൊ ചാടിനെ കേട്ടാ മതി അങ്ങോട്ട് ആ പുഴയിലോട്ട് അങ്ങോട്ടായിരുന്ന അടുത്ത അങ്ങനെ.